സ്നേഹത്തിൻ കൈത്തിരി നാളം തെളിയിക്കാൻ ആത്മാവിൽ ചൈതന്യമേകൂ. കർമ്മങ്ങളൊക്കെയും നിൻ പാദപത്മത്തിൽ അർച്ചനാ പുഷ്പങ്ങളാകേണം. കർമ്മങ്ങളൊക്കെയും നിൻ പാദപത്മത്തിൽ അർച്ചനാ പുഷ്പങ്ങളാകേണം. ഗീതാമൃതത്താൽ ഞാൻ അർപ്പിക്കും നൈവേദ്യം കൈക്കൊള്ളാനെന്നിൽ കനിയേണമേ. സ്നേഹത്തിൻ കൈത്തിരി നാളം തെളിയിക്കാൻ ആത്മാവിൽ ചൈതന്യമേകൂ. താങ്ക് യു സർ. യെസ് ജീവോളെ, നല്ല രസകരമായ വരികൾ. ഓക്കെ, താങ്ക് യു സർ. അതിനേക്കാളും മെച്ചപ്പെട്ട ആലാപനം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, തോട്ട് ഓഫ് ഡേ സർ. ഓക്കെ ആൻസി, യു സ്റ്റാർട്ട്. സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സ്വന്തമാക്കുക. ഡോക്ടർ APJ അബ്ദുൽ കലാം. താങ്ക് യു. യെസ്, കഴിഞ്ഞ MT10 കോൺവെക്കേഷൻ സെറിമണി, MT10 അല്ല MT9 കോൺവെക്കേഷൻ സെറിമണിയിൽ ഞാൻ അവരോട് കോൺവെക്കേഷൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ വാക്കുകൾ പാരൻസ് പറഞ്ഞു. ഒരു പ്രാവശ്യം നിങ്ങൾ കാണുന്നത് അത് സ്വപ്നമാണ്, 2 പ്രാവശ്യം നിങ്ങളത് കാണുമ്പോൾ അതൊരാഗ്രഹമാണ്, 3 പ്രാവശ്യം നിങ്ങളത് കാണുമ്പോൾ, പല പ്രാവശ്യം നിങ്ങളത് കാണുമ്പോൾ പിന്നെ അത് നിങ്ങളുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് നടന്നത് APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണ്. യെസ്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി വേണ്ടത് എന്താണ്? കോൺഫിഡൻസ് വേണം. ഒരു കോൺഫിഡൻസ്. ലോകത്ത് വിജയങ്ങൾ ഉണ്ടാവും, പരാജയങ്ങൾ ഉണ്ടാവും. എന്താണ് വിജയം, എന്താണ് പരാജയം എന്നുള്ളതിന് ഒരു നിർവചനങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഒരാള് പ്രശസ്തം വരും, അതൊന്നും നിങ്ങൾ പരിഗണിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തണം എന്താണ് വിജയം എന്നുള്ളത്. ആ വിജയം എന്ന് പറയുന്ന വാക്കിന് പരീക്ഷയെ ജയിക്കുക എന്ന അർത്ഥമില്ലല്ലോ. കാരണം പരീക്ഷയിൽ ഫുൾ A+ കിട്ടിയ പല ആളുകളും ജീവിതത്തിൽ ഫുൾ A+ കിട്ടിയവരല്ല. അതുകൊണ്ട് പരീക്ഷയിൽ ജയിക്കുന്നത് വിജയം എന്ന് നമ്മൾ എടുക്കരുത്. നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ വിഷയങ്ങളിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മൾ അതിജീവിച്ചതൊക്കെ നമ്മുടെ വിജയം തന്നെയാണ്. അപ്പോ അക്കോർഡിംഗ് ടു യു എന്താണ് വിജയം എന്നുള്ളത് നിങ്ങളൊരു തീരുമാനത്തിൽ. യെസ്, ഓക്കെ. അതുപോലെ തന്നെയാണ് പരാജയം. എന്താണ് പരാജയം എന്നുള്ളതിന് നിങ്ങൾ വേറെ ആരെങ്കിലും പരാജയത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അവിടെയൊക്കെ നിങ്ങൾ പരാജയം, അതൊരു പരീക്ഷയിലെ പരാജയമല്ല, ജീവിതത്തില് പ്രതിസന്ധികളിൽ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി എന്താണ് എന്റെ പരാജയം. ആ പരാജയത്തെ അതിജീവിക്കാനായിട്ട് സാധിക്കും. 2 എക്സാമ്പിൾസ് ഞാൻ ബാലൻസ് വെച്ചിട്ടുണ്ട്, അത് പിന്നീട് പറയാം. യെസ്, അപ്പൊ അതിന് നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവും. കോൺഫിഡൻസ് ഈസ് എ സൂപ്പർ പവർ. Confidence is a superpower. When you are believing in yourself, magic will happen. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അവിടെ മാജിക് സംഭവിക്കും. Each person has their own problems. ഓരോ വ്യക്തികൾക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. But remember one thing. പക്ഷെ ഒരു കാര്യം ഓർക്കുക, each step has a destination. ഓരോ സ്റ്റെപ്പിനും ഓരോ എയിമുണ്ട്, ലക്ഷ്യമുണ്ട്. ഈച്ച് ബ്രീത്ത് ഹാസ് എ ലൈഫ്. ഓരോ ശ്വാസത്തിനും ഓരോ ജീവനുണ്ട്. ഈച്ച് ഹോപ്പ് ഹാസ് എ സർട്ടനിറ്റി. ഓരോ ഹോപ്പിനും ഒരു ഉറപ്പുണ്ട്. ഈച്ച് പ്രയർ ഹാസ് എ ആൻസർ. ഓരോ പ്രാർത്ഥനയ്ക്കും ഒരു മറുപടി. യെസ്, അപ്പൊ തനി സമയം
മുന്നോട്ട് പോകും. ഞാനിപ്പോ ഇത് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ 2 കാര്യങ്ങൾ ഇത് മാറ്റി വെച്ചെന്ന് പറഞ്ഞു. ഒരു കുട്ടി നമ്മുടെ മുമ്പ് ഇവിടെ പഠിച്ചു പോയൊരു കുട്ടി, അത് ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ ഒരു സംഗതിയാണ്. അതായത് ഞാൻ പ്രായമുള്ള ഒരാളാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോ എന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കിയിരുന്നത് എന്റെ ഭർത്താവ്. ഭർത്താവ് മാത്രമല്ല, ഭർത്താവിന്റെ വീട്ടുകാരുണ്ടായിരുന്നു. ആളുകളൊക്കെ കൂടുമ്പോ അവള് പഠിച്ചുകൊണ്ടിരിക്കണം ഈ വയസ്സാം കാലത്ത് എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരുപാട് കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ എന്റെ അതൊന്നും എന്നെ പിന്നോട്ട് വലിച്ചില്ല. എന്തോ എനിക്കിത് മോണ്ടിസോറി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഞാനത് കംപ്ലീറ്റ് ചെയ്തു. വീണ്ടും എനിക്ക് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളില് ജോലി കിട്ടി. അപ്പൊ ആ കൊച്ചു പറയുന്നത് അവിടെ മുതല് ഞാൻ എല്ലാവരിലും മാറ്റങ്ങൾ കണ്ടു. അതുവരെ എന്നെ പരിഹസിച്ചിരുന്ന എന്റെ ഭർത്താവ് അത് നിർത്തി. അതുവരെ എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ഭർത്താവിന്റെ വീട്ടുകാരോട് അവള് പഠിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞ ആ ഭർത്താവിന്റെ വീട്ടുകാരോട് പറയുകയാണ്, എന്റെ ഭാര്യ പഠിച്ചപ്പോൾ നിങ്ങളും പഠിക്കട്ടോ, ജോലി കിട്ടും എന്ന് പറഞ്ഞു കൂടി. എന്റെ വാക്കുകൾക്ക് വിലയുണ്ടായി. യെസ്, അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ പറയും. അപ്പോ ആ കുട്ടി അനുഭവിച്ചിട്ട് പരാജയമുണ്ട്. ആ കുട്ടിയുടെ വാക്കുകൾക്ക് വിലയില്ലാത്തത് അതനുഭവിച്ച പരാജയമുണ്ട്. ഒരുപക്ഷെ ഫിനാൻഷ്യലി സൗണ്ട് അല്ലാത്തതുകൊണ്ട് നമ്മുടെ വാക്കുകൾ പരിഗണിക്കാതെ പോയത് അതനുഭവിച്ചൊരു പരാജയമുണ്ട്. അപ്പൊ എന്താണ് പരാജയം എന്നുള്ളതിന് ആ കുട്ടി കണ്ടെത്തിയ നിർവചനമുണ്ട്. അത് മഹാന്മാര് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ കണ്ടെത്തി എന്താണ് പരാജയം, അതിനെ അതിജീവിക്കാൻ എന്ത് വേണം എന്നുള്ളത്. അവിടെയാണ് നിങ്ങളുടെ വിജയം. യെസ്, രണ്ടാമതൊരു കാര്യം കൂടി ഞാൻ പറയാന്ന് പറഞ്ഞത് ഞാൻ എന്താണ് പറ്റുമോ. ഒന്ന് ഈ കുട്ടിയുടെ കാര്യമാണ്. ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ പേടിക്കണ്ട, ജീവിതത്തിൽ നിങ്ങളൊക്കെ വിജയിക്കും. നാളെ മോണ്ടിസോറി 10ന്റെയും മോണ്ടിസോറി 11ന്റെയും കോൺവെക്കേഷൻ സെറിമണിയാണ്. 10 and 11. 11 കുറച്ച് കുട്ടികളുണ്ട്. യെസ്, 10 എന്റെ സ്റ്റുഡന്റ് ആണ്, 11 വേറെ ടീച്ചറിന്റെ. യെസ്, അപ്പൊ അവർ നാളെ വിടും. ഓക്കെ, അങ്ങനെ അധികം വിദൂരമല്ലാത്ത ഭാവിയിൽ MT17 അവിടെ വരും അല്ലേ ജയമോളെ ആൻസി? ഓക്കെ 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 ഓക്കെ, ഇപ്പൊ 11 വരെ ആയില്ലേ? യെസ്, ഈ മാസം ലാസ്റ്റ് 12 കഴിയും, അടുത്ത മാസം 13 കഴിയും, പിന്നെ 14, 15, 16, 17. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പോ അങ്ങനെയാവുമോ? അപ്പൊ നമുക്ക് ഇനി വിഷയത്തോട്ട് വരാം. തോട്ട് ഓഫ് ദി ഡേ കഴിഞ്ഞു. സൈനിങ് പോലെ ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ആരംഭിക്കാം. സർ സൈനിങ്. യെസ്, ഓക്കെ വിദ്യ, യു സ്റ്റാർട്ട്. സർ മലയാളം സ്റ്റോറി. യെസ്, ഓക്കെ, കണ്ടിന്യൂ. കൂർമ്മബുദ്ധി. പുൽമേടുകളും താഴ്വരകളും നിറഞ്ഞ മനോഹരമായ ഒരു പ്രദേശമാണ് കാശ്മീർ. അവിടുത്തെ ജനങ്ങൾ പ്രകൃതിയോട് ഏറെ ഇണങ്ങി ജീവിക്കുന്നവരാണ്. കാശ്മീരിലെ ഒരു ഗ്രാമത്തിലെ ജനങ്ങളുടെ മുഖ്യ തൊഴിൽ കന്നുകാലി വളർത്തലായിരുന്നു. കറവടക്കം തീർന്നാൽ കാലിക്കൂട്ടങ്ങളെ കുന്നിൻ ചെരുവുകളിലും പുൽമേടുകളിലും മേയാൻ വിടുന്നത് അവിടുത്തെ ഒരു പതിവ് രീതിയായിരുന്നു. ഒരിക്കൽ ഒരു ഗ്രാമത്തിലെ അയൽക്കാരനായ 2 പേർ തങ്ങളുടെ പശുക്കളെ മേയ്ക്കാനായി ഒരു ഇടയനെ ഏൽപ്പിച്ചു. താഴ്വരയിലേക്ക് കൊണ്ടുപോകുമ്പോൾ 2 പശുക്കളും ഗർഭമുണ്ടായിരുന്നു. അവിടെ വെച്ച് അവ ഓരോ കിടങ്ങൾക്ക് ജന്മം നൽകി. പക്ഷെ പശുക്കുട്ടികളിൽ ഒരെണ്ണം പിറന്നയുടനെ മരിച്ചുപോയി. മറ്റേതിനെ 2 തള്ളപ്പശുക്കളും ചേർന്ന് പാലൂട്ടി വളർത്തി. വേനൽക്കാലത്തിനൊടുവിൽ ഇടയൻ പശുക്കളുമായി ഗ്രാമത്തിൽ തിരിച്ചെത്തി. പശുക്കുട്ടികളുടെ യഥാർത്ഥ അമ്മ ഏതാണെന്ന് ഉടമസ്ഥൻ ഇടയനോട് ചോദിച്ചു. പശുക്കുട്ടികൾ ജനിച്ച സമയത്ത് അടുത്തില്ലാത്തതിനാൽ അയാൾക്ക് മറുപടി നൽകാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അയൽക്കാർ തമ്മിൽ തർക്കവും വഴക്കുമായി. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ ഗ്രാമത്തലവനെ ചെന്ന് കാണാമെന്ന് ഒടുവിൽ അവർ അഭിപ്രായപ്പെട്ടു. അയൽക്കാരെയൊക്കെ കൂട്ടി അവർ ഗ്രാമത്തലവന്റെ വീട്ടിലെത്തി.
ഏതു കാര്യത്തിനും ന്യായയുക്തമായ ഒരു തീരുമാനമെടുക്കുവാൻ കഴിവുള്ള ആളായിരുന്നു ആ ഗ്രാമത്തലവൻ. എല്ലാം വിശദമായി കേട്ടതിനു ശേഷം പശുക്കുട്ടിയുടെ യഥാർത്ഥ അമ്മയെ തിരിച്ചറിയാനുള്ള ഒരു ഉപായം അദ്ദേഹം കണ്ടെത്തി. 2 പശുക്കളെയും കുട്ടിയെയും കൂട്ടി ഗ്രാമമുഖ്യന്റെ നിർദ്ദേശപ്രകാരം എല്ലാവരും നദിക്കരയിലെത്തി. ഒരു തുറന്ന വഞ്ചിയിൽ പശുക്കുട്ടിയെ അക്കരയ്ക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം കടത്തുകാരനോട് ആവശ്യപ്പെട്ടു. വഞ്ചിയിൽ കയറ്റിയതും പശുക്കുട്ടി ഭയന്ന് നിലവിളിക്കാൻ തുടങ്ങി. വഞ്ചി പതുക്കെ മറുകരയെ ലക്ഷ്യമാക്കി നീങ്ങി. പെട്ടെന്ന് പശുക്കളിലൊരെണ്ണം നദിയിലേക്ക് ചാടി വഞ്ചിയുടെ നേർക്ക് നീന്തി തുടങ്ങി. മറ്റേ പശുവാകട്ടെ ഒന്നും അറിയാത്ത മട്ടിൽ പുല്ല് തീറ്റ തുടർന്നു. പുഴയിലേക്ക് ചാടിയ പശു തന്നെയായിരുന്നു യഥാർത്ഥ അമ്മയെന്ന് പറയേണ്ടതില്ലല്ലോ. എല്ലാവരും ചേർന്ന് ആ പശുവിനെ നദിക്കരയിൽ നിന്ന് കരയ്ക്ക് കയറ്റി വഞ്ചി തിരിച്ചെത്തിയ ഉടനെ പശുവിനെയും കുഞ്ഞിനെയും അതിന്റെ ഉടമസ്ഥനെ ഏൽപ്പിച്ചു. താങ്ക് യു സർ. ഓക്കെ വിദ്യ, വെരി ഗുഡ്. ഓക്കെ, നന്നായിട്ടുണ്ട്, വെരി ഗുഡ്. വിദ്യ, നമ്മുടെ FM സ്റ്റേഷനിൽ ഇടക്കിടക്ക് ഇതേപോലെ കഥ പറയലുണ്ടാവും. അപ്പൊ അവര് കഥ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ നമ്മളെങ്ങാട് വിളിച്ചെങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ ഇനി വിദ്യ പറയും, വിദ്യ സ്പീഡ് എടുക്കണ്ട, സമയം എടുത്ത് റിലാക്സ് ചെയ്ത് സൗണ്ടൊക്കെ ഒന്ന് മാറ്റി അങ്ങനെ അവിടെ കൊണ്ടുപോയി അങ്ങനെ രസകരമായിട്ട് അവതരിപ്പിക്കും. അപ്പൊ അവതരണം നമുക്കൊരു വലിയൊരു ഫാക്ടറാണ്. യെസ്, അപ്പൊ ഇത്ര സ്പീഡ് വേണ്ട, വളരെ സൗണ്ടൊക്കെ ഒന്ന് മാറ്റി പറയാം. ഗ്രാമമുഖ്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ ഗ്രാമമുഖ്യന് വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾക്ക് അതെ അതൊക്കെ അങ്ങനെ ആ രീതിയിൽ വരുമ്പോൾ സൗണ്ടിന്റെ ഒരു മോഡുലേഷൻ വരുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് ഇത് മോശമുള്ളവരായിട്ട കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇങ്ങനെ കയ്യിൽ ആ സാധനം ഉൾപ്പെടും, വിദ്യക്ക് അത് പറ്റും. സ്റ്റോക്ക് ഉണ്ട് കയ്യിൽ, ഞാനത് മോഡിഫൈ ചെയ്തെടുക്കാം. യെസ്, ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് കാശ്മീരാണെന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ വിദ്യ പറഞ്ഞ പോലുള്ള സംഭവം ഇതിനു മുമ്പ് ഒരു നോർത്ത് ഇന്ത്യൻ സംസ്ഥാനത്ത് വേറെ സംഭവം ഉണ്ടായിരുന്നു. ഒരേ സമയം 2 പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ഉണ്ടായിരുന്നു. അപ്പൊ ഒന്നിത്തിരി പൈസ ഉള്ളതും ഒന്നിത്തിരി മോശമായിട്ടുള്ളതും ഒരു ലോ ക്ലാസ് കുടുംബത്തിൽ നേരം. പക്ഷെ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾ മാറിപ്പോയി എന്ന് അതില് ഒരമ്മയ്ക്ക് ഭയങ്കരമായ സംശയം ഉണ്ടായിരുന്നു. ഇത് എന്റെ കുട്ടിയല്ല, അത് മറ്റേ ആളുടെ കുട്ടിയാണ് എന്നൊരു സംശയം ഭയങ്കരമായിട്ട് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഹോസ്പിറ്റൽ അധികൃതർ സമ്മതിക്കണില്ല. ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നത് നിങ്ങളുടെ കുട്ടി തന്നെയാണ്, അല്ലാണ്ട് മാറിയിട്ടൊന്നുമില്ല. കാരണം മാറിയെന്ന് പറഞ്ഞാൽ അങ്ങനെ മാറിയിട്ടില്ലെന്ന് അവർ ഉറപ്പിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ കുട്ടിയുടെ അമ്മയ്ക്ക് ഭയങ്കര സംശയം, ഇതെന്റെ കുട്ടിയല്ല, എന്റെ കുട്ടി അപ്പുറത്തെ ബെഡിൽ കിടക്കുന്നതാണ് എന്റെ കുട്ടിയെന്നാണ് ഭയങ്കരമായ സംശയം. അപ്പൊ ഈ കുട്ടിയുടെ അമ്മയുടെ ഈ സംശയം വന്നു കഴിയുമ്പോൾ അവര് കോടതിയിൽ കേസ് കൊടുത്തു. കേസ് കൊടുത്തു കഴിയുമ്പോൾ കേസിന്റെ ഒരു ഘട്ടത്തില് കോടതി DNA ടെസ്റ്റിന് ഓർഡർ ഇട്ടു. അങ്ങനെ DNA ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോൾ മനസ്സിലായി കുട്ടി മാറിപ്പോയിട്ടുണ്ട്. യെസ്, ഈ കുട്ടി അപ്പുറത്തും ആ കുട്ടി ഇപ്പുറത്തും പോലെയുള്ളത് ഹോസ്പിറ്റൽ അധികൃതർക്ക് പറ്റിയൊരു തെറ്റാണ്. യെസ്, മനഃപൂർവ്വമല്ലാത്തൊരു വീഴ്ച മാറിപ്പോയി. അപ്പൊ അങ്ങനെ ഈ കുട്ടിയെ അങ്ങോട്ട് കൊടുക്കാനും ആ കുട്ടിയെ തിരിച്ചു വാങ്ങിക്കാനും കോടതി ഓർഡർ ഇട്ടു. അങ്ങനെ ആ ഓർഡർ ഇട്ട് തിരിച്ചു വാങ്ങിക്കേണ്ട ദിവസം ഇപ്പൊ എന്താ കുഴപ്പം സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ കേസ് കോടതി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും വിധിയാകില്ല. അതിന് 1-2 വർഷമൊക്കെ പിടിക്കും. ഈ 2 വർഷവും ആ കൊച്ചു നമ്മളോടൊപ്പം വളരുന്നത്. ആ കുട്ടിക്ക് ഈ അമ്മയെ പിരിഞ്ഞ് അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല, ആ അമ്മയെ പിരിഞ്ഞ് ആ കുട്ടിക്ക് ഇങ്ങോട്ട് വരാനും പറ്റുന്നില്ല. യെസ്, 1.5 വയസ്സും 1 വയസ്സുള്ള കുട്ടികൾക്ക് അതിലേ പറ്റുള്ളൂ. അമ്മമാർക്കും അത് തന്നെയാണ്, സ്വന്തം കുട്ടിയല്ല എന്ന് അറിഞ്ഞിട്ടും അതിന് വിട്ടുകൊടുക്കാനൊരു ഒരു വിഷമം. യെസ്, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. യെസ്, വേണമെങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ തിരക്കഥയൊക്കെ ഉണ്ടാക്കിക്കോ. പണ്ടെപ്പോഴും നടന്ന സംഭവമല്ലേ. യെസ്, ബാക്കിയൊക്കെ നിങ്ങളുടെ ഭാവനയാണ്. യെസ്, ആ 2 കുട്ടികൾ വളർന്നിട്ട് വലുതാവട്ടെ, 2 അച്ഛനും അമ്മയും, പിന്നെ അവര് വേണമെങ്കിൽ വിവാഹം കഴിക്കട്ടെ, അപ്പൊ 2 വീട്ടിലും അങ്ങനെ പിന്നെയൊക്കെ നിങ്ങളുടെ ഭാവന. യെസ്, ഇത്രയും വരെ ഒരു ഉണ്ടായ സംഭവമാണ്. അപ്പൊ അതിനെ വെച്ചിട്ട് നിങ്ങൾക്ക് ആലോചിക്കാവുന്നത്. യെസ്, ഓക്കെ. അപ്പൊ ഞാനിപ്പോ വിദ്യ പറഞ്ഞത് കൊണ്ട് സൂചിപ്പിച്ചാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ വിഷയത്തോട്ട് വരാം. യെസ്, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് നമ്മളൊന്ന് തുടങ്ങി വെച്ചു. ഒരു വെർബിന് 3 ടെൻസ് പറയാവുന്നത് പോലെ ഒരു അഡ്ജക്റ്റീവിന് 3 കാലങ്ങൾ പറയും. അതിനെയാണ് നമ്മൾ പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് എന്ന് പറയുന്നത്. നല്ലത്, കുറച്ചുകൂടി നല്ലത്, ഏറ്റവും നല്ലത്, ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്.
യെസ്, ചീത്ത, കുറച്ചുകൂടി ചീത്ത, ഏറ്റവും മോശമാണ്, അങ്ങനെയും പറയും. അങ്ങനെ നമുക്ക് പറയാമെന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്, അവസാനിപ്പിച്ചത്. യെസ്, അപ്പോ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യാം, നമുക്കിപ്പോ സെന്റൻസ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ബുക്കിന്റെ ഒരു വശത്ത് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നത് പോലെ 3 ഹെഡിങ്, പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്, 3 ഹെഡിങ്. പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. യെസ്, പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. അതിന്റെ പോസിറ്റീവിന്റെ അടിയിൽ ഇത് ഗുഡ്, കമ്പാരിറ്റീവിന്റെ അടിയിൽ ബെറ്റർ, സൂപ്പർലേറ്റീവിന്റെ അടിയിൽ ബെസ്റ്റ്. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ഇനി ഞാൻ ഇങ്ങനെ പറയുള്ളൂ, അടിയിലടിയിലായിട്ട് എഴുതാം കേട്ടോ. അടുത്തത് ബാഡ്, BAD, ബാഡ്. വേഴ്സ്, WORSE, വേഴ്സ്. വേഴ്സ്റ്റ്, WORST. അടുത്തത് മച്ച്, MUCH, മച്ച്. more, MORE, more. most, MOST, most. അടുത്തത് old, OLD, old. older, OLDER, older. oldest, OLDEST, oldest. ഈ ഓൾഡിന് തന്നെ വേറെയും ഒരു കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് കൂടി ഉണ്ട്. അപ്പൊ അത് അതിന്റെ അടിയിൽ എഴുതി വെച്ചു, ഒന്നുകൂടി ഓൾഡ് എടുത്ത്. ഓൾഡ്, എൽഡർ, എൽഡസ്റ്റ്, ELDER, എൽഡർ, എൽഡസ്റ്റ്. നമ്മള് പ്രായമായിട്ടുള്ള കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഓൾഡും ഓൾഡസ്റ്റ് ഉപയോഗിക്കും. മൂത്തത്, ഇളയത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എൽഡർ, എൽഡസ്റ്റ് അത് ഉപയോഗിക്കും. ഇതാണ് എന്റെ പ്രത്യേകത. അടുത്തത് ഫാസ്റ്റ്, FAST, ഫാസ്റ്റ്. ഫാസ്റ്റർ, ഫാസ്റ്റസ്റ്റ്, FASTEST. അടുത്തത് ലൈറ്റ്, LIGHT, കനം കുറഞ്ഞ. ലൈറ്റ്, ലൈറ്റ് വെയിറ്റഡ് എന്ന് കേട്ടിട്ടില്ലേ? ലൈറ്റ്, ലൈറ്റർ, LIGHTER, ലൈറ്റർ. ലൈറ്റസ്റ്റ്, LIGHTEST. അടുത്തത് ബിഗ്, BIG, ബിഗ്. ബിഗർ, BIGGER, bigger. biggest, BEGGEST, biggest. അടുത്തത് കെയർഫുൾ, CAREFUL. ഐഷ, കെയർഫുള്ളിന് എന്തായിരിക്കും? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കാര്യം പറഞ്ഞത്, അത് നിർത്തുന്ന സമയം അത് വെച്ച് ചിന്തിച്ചാൽ മതി. എങ്ങനെയാ? കഴിഞ്ഞ ക്ലാസ് ഞാൻ ഇല്ലായിരുന്നു. വെരി ഗുഡ്. എന്തായിരിക്കും മാർക്ക് വേണമെങ്കിൽ പറയാം. മോർ കെയർഫുൾ. വേറെ ഒന്നുമല്ല ഐഷ, ഒരു വാക്ക് പറയുമ്പോഴേ നമ്മുടെ നാക്ക് നമ്മുടെ മുകളിൽ എത്ര പ്രാവശ്യം മുട്ടുണ്ടെന്ന് നോക്ക്. ഈ കെയർഫുൾ എന്ന് പറയുമ്പോൾ എത്ര പ്രാവശ്യം മുട്ടുന്നുണ്ട്? പറഞ്ഞു നോക്കേണ്ട ഐഷ, നോക്ക്. 2 പ്രാവശ്യം. 2 പ്രാവശ്യം. 2 2-ലധികം കൂടുതൽ പ്രാവശ്യമോ മുട്ടുകയാണെങ്കിൽ അതൊക്കെ മോറും മോസ്റ്റും ആയിരിക്കും. യെസ്, അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഇവരോട് പറഞ്ഞതാണ്. യെസ്, അപ്പൊ നമുക്ക് പറയാം കെയർഫുൾ, മോർ കെയർഫുൾ, മോസ്റ്റ് കെയർഫുൾ. അതുപോലെ തന്നെ അടുത്തത് യൂസ്ഫുൾ, മോർ യൂസ്ഫുൾ, മോസ്റ്റ് യൂസ്ഫുൾ.
അതുപോലെ തന്നെ അടുത്തത് സർപ്രൈസിങ്, മോർ സർപ്രൈസിങ്, മോസ്റ്റ് സർപ്രൈസിങ്. അടുത്തത് ഡിലൈറ്റ്ഫുൾ, മോർ ഡിലൈറ്റ്ഫുൾ, മോസ്റ്റ് ഡിലൈറ്റ്ഫുൾ. ഡിലൈറ്റ്ഫുൾ, മോർ ഡിലൈറ്റ്ഫുൾ, മോസ്റ്റ് ഡിലൈറ്റ്ഫുൾ. അടുത്തത് ഇൻട്രസ്റ്റിംഗ്, മോർ ഇൻട്രസ്റ്റിംഗ്, മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി നമുക്ക് 2-3 വരികളൊക്കെ അതിന്റെ അടിയിൽ എഴുതാനുള്ള സ്ഥലം വിട്ടാൽ മതി. കാരണം ഇനി നമുക്ക് പോകെ വരുന്നതനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ. യെസ്, ഓക്കെ. ഇനി നമുക്ക് അടുത്തൊരു വാചകം നമുക്ക് പരിഗണിക്കാം. എഴുതിക്കോ. ഹരി ഈസ് the oldest, OLDEST, oldest boy in the class. In the class. Okay. ഇത് റിലാക്സ് ചെയ്തു. യെസ്, തന്നെ എഴുതിയതല്ലേ. ഓക്കെ. അപ്പൊ നമുക്ക് ചിന്തിക്കാം. നമ്മൾ ഞാൻ ഇവിടെ ഒരു വാചകം എഴുതിയിട്ടുണ്ട്. ഹരി ഈസ് ദ ഓൾഡസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. അപ്പൊ ജയ്മോളെ, ഈ വാചകം പോസിറ്റീവ് ആണ്, കമ്പാരിറ്റീവ് ആണ്, സൂപ്പർലേറ്റീവ് ആണ്? കമ്പാരിറ്റീവ്. എങ്ങനെ മനസ്സിലായി? How did you understand it? ഓൾഡസ്റ്റ് അല്ല, അതുകൊണ്ട്. ഓൾഡസ്റ്റ് കമ്പാരിറ്റീവിന്റെ കീഴിൽ വന്നതാണെന്ന് നോക്കിയത്. സൂപ്പർലേറ്റീവ്. സൂപ്പർലേറ്റീവ് ആണ്. സൂപ്പർലേറ്റീവ്. അതാണ് പറഞ്ഞത്. പക്ഷെ ജയ്മോൾ ഉദ്ദേശിച്ച സൂപ്പർലേറ്റീവ് ആണ്. പറഞ്ഞപ്പോ എന്താ ആൻസർ പറഞ്ഞത്? കമ്പാരിറ്റീവ് അല്ലേ പറഞ്ഞത്? അതെ സാർ, അതെ സാർ, തെറ്റിപ്പോയി. ഓക്കെ ഓക്കെ ഓക്കെ. ജയ്മോളെ സൂപ്പർലേറ്റീവ് ആണ്. കാരണം അത് ഓൾഡ് എന്ന് പറയുന്ന പേരാണെങ്കിൽ ജയ്മോൾ പറഞ്ഞ കറക്റ്റ് ആണ്, കമ്പാരിറ്റീവ് ആണ്. പക്ഷെ ഇവിടെ ഓൾഡ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഓൾഡസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ പറയാം? ഈ സെന്റൻസ് സൂപ്പർലേറ്റീവ് ആണ്. ഇനി വേറൊരു പ്രത്യേകതയും കൂടി ഞാൻ പറയാം. സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള വേർഡിന്റെ തൊട്ടു മുന്നിൽ എപ്പോഴും ദി ചേർത്തോണം. അത് ഒരു നിയമമാണ്. ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർത്തോണം. നോക്കി, ആ ഓൾഡസ്റ്റിന് മുന്നിൽ ഒരു വേർഡ് ആർട്ടിക്കിൾ കിടക്കുന്നുണ്ട്, ദി വരും. അത് സൂപ്പർലേറ്റീവിന്റെ മുന്നിലേ വരും കേട്ടോ. സൂപ്പർലേറ്റീവിന്റെ മുന്നിൽ മസ്റ്റ് ആണ്. അപ്പൊ ദി ബെസ്റ്റ്, ദ ബെസ്റ്റ്, ദ മോസ്റ്റ് ഡിലൈറ്റ്ഫുൾ, എല്ലാത്തിനും ആ ദി എന്ന് പറയുന്ന വേർഡ് വരും. അത് മറക്കരുത്. സൂപ്പർലേറ്റീവ് ആണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള വേറൊരു ടെക്നോളജി കൂടിയാണ്. അതിന് മുന്നിൽ എപ്പോഴും ആർട്ടിക്കിൾ ദി ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹരിയാണ് ക്ലാസ്സിലെ ഏറ്റവും പഴയ വിദ്യാർത്ഥി. തോറ്റു പഠിക്കുന്ന ഏറ്റവും പഴയ വിദ്യാർത്ഥി ആരാണ്? ഹരിയാണ്. അപ്പൊ നമ്മളോട് പറയുന്നു ഈ സെന്റൻസിനെ നിങ്ങളൊന്ന് കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്കും പോസിറ്റീവ് ഡിഗ്രിയിലേക്കും ഒന്ന് മാറ്റി. ഇതാണ് നമ്മൾക്ക് തന്നിരിക്കുന്ന ടാസ്ക് എന്ന് വിചാരിക്കുക. യെസ്. അപ്പൊ ഒരു സെന്റൻസ് തരുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ബ്രാക്കറ്റിലെ ക്വസ്റ്റ്യൻ തരുന്നത് ചേഞ്ച് ഇൻ ടു കമ്പാരിറ്റീവ്. അതിനെ കമ്പാരിറ്റീവിലോട്ട് മാറ്റുമ്പോൾ ഉള്ള ആൻസറിന്റെ ഒരു 3 ഓപ്ഷൻ കൊടുക്കുന്നു. അതിൽ നിന്ന് ശരിയായ ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? തിരഞ്ഞെടുക്കണം. ഓക്കെ. അപ്പോ എല്ലാവരും കൂടി പഠിച്ച് നമ്മൾ കൺഫ്യൂഷൻ ആക്കണ്ട. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇതിനെ നമുക്കൊന്ന് കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാം. കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാം. അപ്പോ കമ്പാരിറ്റീവ് ഡിഗ്രി എന്നതിലോട്ട് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്, അതിനാണ് കമ്പയർ എന്ന് പറഞ്ഞ വാക്കുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടികളെ വേറൊരു കുട്ടികളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യും, അല്ലെ? കാരണം മറ്റവരെ നോക്കണം, അവൻ മര്യാദക്ക് പഠിക്കുന്നു, നീയോ മര്യാദക്ക് കിടന്നുറങ്ങും. യെസ്, ഇത് പറയും.
അപ്പൊ താരതമ്യം ചെയ്യുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡാണ് കമ്പയർ. അപ്പൊ കുട്ടി എന്ന് പറയും, അമ്മ എന്നെയും അവനെയും തമ്മിൽ കമ്പയർ ചെയ്യും. യെസ്, കമ്പയർ ചെയ്യരുത്. കമ്പയർ മീൻസ് മേക്ക് കമ്പാരിസൺ, താരതമ്യം ചെയ്യുക. അപ്പോ എപ്പോഴും താരതമ്യം ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. ഒരെണ്ണം ഉണ്ടെങ്കിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല, ഒരെണ്ണവും വേണം, വേറൊന്നും വേണം, എന്നാലും രണ്ടും കൂടി താരതമ്യം ചെയ്യാൻ പറ്റും. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. കമ്പയർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? രണ്ടായിട്ട് തിരിക്കണം. യെസ്. അപ്പൊ നമുക്കിവിടെ പറയാം, നോക്കി, നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ സെന്റൻസിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി നമ്മൾ ശരിയാക്കാനാണ് പോകുന്നത്. ആ ക്ലാസ്സിൽ വേറെ കുട്ടികളുണ്ട്. ആ കുട്ടികളെക്കാൾ പ്രായം കൂടുതൽ അല്ല, പഴയ കുട്ടി ആരാണ്? ഹരിയാണ്. അല്ല, ഒരു വശത്ത് ഹരി മാത്രം, മറുവശത്ത് ആ ക്ലാസ്സിലുള്ള ബാക്കിയുള്ള കുട്ടികൾ. അപ്പൊ ആ ബാക്കിയുള്ള കുട്ടികളുടെ ഗ്രൂപ്പിനെ ഹരിയുമായി താരതമ്യം ചെയ്യുന്നു. അപ്പൊ രണ്ടായിട്ടോ ഇല്ലേ? അപ്പോഴത്തെ ഒന്ന് കൂടുതലുണ്ട് എന്ന് വെച്ചാൽ കുഴപ്പമില്ല, അത് നിങ്ങൾ ഒന്നായിട്ട് വിചാരിക്കും. ഒരു ഗ്രൂപ്പ്, ആ ഒരു ഗ്രൂപ്പിനെ ഹരിയുമായിട്ട് എന്ത് ചെയ്യണം? താരതമ്യം ചെയ്യും. അപ്പൊ നമുക്ക് പറയാം, ക്ലാസ്സിലെ മറ്റു കുട്ടികളെക്കാൾ പ്രായം കൂടുതലുള്ളത് ആർക്കാണ്? പഴയ കുട്ടി ആരാണ്? നമ്മുടെ ഹരിയാണ്. യെസ്, ഓക്കെ. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മളിപ്പോ സാധാരണഗതിയിൽ എങ്കിലും എന്ന് പറയുമ്പോൾ ധോ എന്ന് ഉപയോഗിക്കും, ആണെങ്കിൽ ഇൽ എന്ന് പറയുമ്പോൾ ഇഫ് എന്ന് ഉപയോഗിക്കും, കൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആസ് ഉപയോഗിക്കും, പോലെ എന്ന് പറയുമ്പോൾ ആസ് ഉപയോഗിക്കും. അതുപോലെ ഇക്കാൾ, അവനേക്കാൾ, നിങ്ങളെക്കാൾ എന്ന് പറയുന്ന കാൾ എന്ന് പറഞ്ഞ വേർഡ്, അതിന് ഉപയോഗിക്കേണ്ട വേർഡാണ് ദാൻ. എന്ന് പറഞ്ഞാല് ഈ കാൾ എന്ന് അർത്ഥമാണ്. കാൾ, സി അല്ല കോൾ, അതല്ല കേട്ടോ. കാൾ ഏത് വാക്കിന്റെ കൂടെ വരുന്ന കാൾ എന്നർത്ഥം വരുന്നതാണ് ദാൻ. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. സൂപ്പർലേറ്റീവ് ഡിഗ്രിയില് സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള വേർഡിന്റെ മുന്നില് വി എന്ന് പറയുന്ന വേർഡ് വരുന്നത് പോലെ കമ്പാരിറ്റീവ് ആയിട്ടുള്ള സെന്റൻസിന്റെ ഉള്ളിൽ എപ്പോഴും ഞാൻ ഉണ്ടാവും. അന്നേരം നമുക്ക് പറയാൻ പറ്റുള്ളൂ മറ്റവരേക്കാൾ, ഇവളേക്കാൾ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ കമ്പാരിറ്റീവിന് എപ്പോഴും എന്തുണ്ടാവും? ഒരു ഞാൻ. അത് മറക്കാതിരിക്കും. കമ്പാരിറ്റീവ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ ഇവിടെ നമ്മൾ ഓൾഡസ്റ്റ് ആണ് നമ്മൾ തന്നിരിക്കുന്ന സെന്റൻസിൽ കണ്ടത്. അതിന്റെ കമ്പാരിറ്റീവ് എന്താണ് ആൻസി? സബിത? ഓൾഡർ. ഓൾഡർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതിന്റെ കമ്പാരിറ്റീവ് എന്താണ്? ഓൾഡർ. അപ്പൊ നമുക്ക് പറയാം, ഹരി ക്ലാസ്സിലെ മറ്റെല്ലാ കുട്ടികളെക്കാളും ഓൾഡർ ആണ്. ഓൾഡസ്റ്റ് എന്നുള്ളത് നമുക്ക് ഇത് വേണം, ഓൾഡർ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഹരി ഈസ് ഓൾഡർ. ഓൾഡസ്റ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് നമ്മൾ ഉപയോഗിച്ചു. ഹരി ഈസ് ഓൾഡർ. ഹരി എങ്ങനെയുള്ള കുട്ടിയാണ്? പഴയ കുട്ടിയാണ്, ഓൾഡർ. പിന്നെ പറയണം, കാൾ, ദാൻ, എന്തിനേക്കാൾ? ഓൾ ദി അതർ ബോയ്സ് ഇൻ ദ ക്ലാസ്. ക്ലാസ്സിലെ മറ്റെല്ലാ കുട്ടികളെയും പഴയ കുട്ടി ആരാണ്? ഹരിയാണ്. ഹരി ഈസ് ഓൾഡർ ദാൻ ഓൾ ദി അതർ ബോയ്സ് ഇൻ ദ ക്ലാസ്. അതാണ് എന്ത്? കമ്പാരിറ്റീവ് ഡിഗ്രി. ഓക്കെ, ഒന്ന് എഴുതാം. ഹരി ഈസ് older than all the other boys in the class. Okay,
റെഡി ആയില്ലേ? യെസ്. അപ്പൊ നോക്കിയേ, അതിൽ ഈ തന്നിരിക്കുന്ന വാചകം പോസിറ്റീവായിരുന്നു, നമ്മൾ അതിനെ എന്തിലോട്ട് മാറ്റി? കമ്പാരിറ്റീവിലോട്ട് മാറ്റി. കമ്പാരിറ്റീവിലോട്ട് മാറ്റി കഴിഞ്ഞപ്പോ ഓൾഡസ്റ്റ് എന്നുള്ള കമ്പാരിറ്റീവ് നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഓൾഡർ ഉപയോഗിച്ചു. അപ്പൊ നമ്മൾ പറയുന്നത് മറ്റ് എല്ലാ കുട്ടികളെയും കാൾ അത്രയും ഒരു ഗ്രൂപ്പ് ഹരിയാണ് ഓൾഡസ്റ്റ്. ഹരി ഈസ് ഓൾഡർ ദാൻ all the other boys in the class. Okay. സംശയമുണ്ടോ? യെസ്. ഞാനിനി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. വേറൊരു വാചകം പറയാം. ഇരിക്കും. Tagore is the greatest, GREATEST, greatest poet in Bengali. അപ്പൊ നോക്കി, ടാഗോർ ബംഗാളിലെ ഏറ്റവും വലിയ കവിയാണ്. ഗ്രേറ്റ്, ഗ്രേറ്റർ, ഗ്രേറ്റസ്റ്റ്, അതാണ് അതിന്റെ ഡിഗ്രി. ഗ്രേറ്റ്, ഗ്രേറ്റർ, ഗ്രേറ്റസ്റ്റ്. നേരത്തെ നമ്മൾ കമ്പാരിറ്റീവോട്ട് മാറ്റിയതുപോലെ ഇത് നിങ്ങളൊന്ന് കമ്പാരിറ്റീവോട്ട് മാറ്റി നോക്കി. ബംഗാളിലെ മറ്റെല്ലാ കവികളെക്കാളും ഉയർന്നു നിൽക്കുന്നത് ടാഗോറാണ്. സബിതല കഴിഞ്ഞു. വെരി ഗുഡ്. ആർസുന്റെ കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. നേരത്തെ ചെയ്ത പോലെ ചെയ്യല നമുക്ക്. ഹരി സോൾഡർ താനുള്ള ജയമുള്ള കഴിഞ്ഞു. ഓക്കെ. ആദ്യം കഴിഞ്ഞ സബിതല്. സബിതല ഒന്ന് വായിച്ചേ. Tagore is greater than the other poets in Bengali. In Bengal. Okay. ജിൻസിൽ എന്താണ്? Tagore is more greater than any other poet in Bengali. എന്താ അവിടെ മോറ് ചേർത്ത്? ഗ്രേറ്റ്, ഗ്രേറ്റർ, ഗ്രേറ്റസ്റ്റ്. അപ്പൊ മോറ് വേണ്ട. ഗ്രേറ്റർ, GREATER കേട്ടോ. Arsu. Sir, Tagore is greater than other poet in Bengali. Yes. Okay. In Bengal. Okay. ഇനി വേറെ ആരാണ്? ആൻസിയാണ്. ആൻസർ വായിച്ചു. അല്ല, ജയ്മോൾ വായിച്ചോളൂ. Tagore is greater than all other poet in the Bengali. In Bengali. Okay. Very good. അപ്പൊ നമുക്ക് കറക്റ്റ് പറയാം. Tagore is greater than all the other poets in Bengali. പിടികിട്ടിയല്ലോ? Yes. Okay. ഇനി ഇതേ മോഡല് വേറെ ഒന്നും പറയാം. Kochi is the biggest, BIGGEST, biggest port, PORT, port in India. Kochi is the biggest port in India. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമാണ് കൊച്ചി. അപ്പൊ ഇന്ത്യയിലെ മറ്റ് തുറമുഖങ്ങളെക്കാൾ വലുതാണ് കൊച്ചി എന്ന് പറയുന്നത്.
കമ്പാരിറ്റീവ് മാച്ച്. യെസ്, സബിത കഴിഞ്ഞു. വെരി ഗുഡ്. ആർസുവിന്റെ കഴിഞ്ഞു, ജൈവോള കഴിഞ്ഞു. ഓക്കെ, സബിത വായിച്ചോളൂ. Kochi is bigger than all other ports in India. Yes. Kochi is bigger than all other ports in India. Narmida is the answer. സർ ഞാൻ എഴുതിയിട്ടില്ല. അതല്ല സാർ സുഖമില്ലാത്തതുകൊണ്ട്. അല്ല. Very good. Okay, relax. Okay, very good. Yes, Jinsi, pretty. Kochi is bigger than any other port in India. Yes, any other port, PORTS, ports, മറ്റു ports, സാർ എനിക്ക് ഇവിടെ മൈക്കിന്റെ ചെറിയൊരു പ്രശ്നമായിരുന്നു സാർ വിളിച്ച സമയം. Yes, no problem. Yes, okay. കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇത് പറയുന്നത്? സാർ പറയുന്നേക്ക് എനിക്ക് കേൾക്കാൻ പറ്റുന്നു, എന്റെ പേര് വിളിച്ചേക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് എനിക്ക്. Yes, very good. No problem. Arsu answer വായിക്കൂ. Kochi is bigger than all other ports in India. Very good. കിട്ടിയില്ലേ? അപ്പൊ ഒരു സൂപ്പർലേറ്റീവ് ആയിട്ടൊരു വാചകം ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. കൊച്ചി പോർട്ട് ഈസ് ബിഗർ ദാൻ മോസ്റ്റ് അതർ പോർട്ട്സ് ഇൻ ഇന്ത്യ. യെസ്, ഓക്കെ. അപ്പോ നമുക്ക് പറയാം, കറക്റ്റ് എല്ലാവരുടെയും. അപ്പൊ നമുക്ക് പറയാം, സൂപ്പർലേറ്റീവ് ആയിട്ടൊരു വാചകം തന്നാൽ അതിന് നമുക്ക് എന്തായിരിക്കും മാറ്റിയത്? കമ്പാരിറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റും. യെസ്. ഇനി നമുക്ക് അടുത്ത് പറഞ്ഞ അവസാനിക്കില്ല, തീരൂല. കാരണം ഇനി ഒരു 12 മിനിറ്റ് കൂടെ ഉള്ളൂ. യെസ്. അപ്പൊ വേറൊരു വാചകം പറയാം. ഡോക്ടർ രവി is the best best eye specialist, EYE കണ്ണിന്റെ eye specialist in the town. Okay. കമ്പാരിറ്റീവ്. അപ്പൊ ഡോക്ടർ രവിയാണ് ടൗണിലെ ഏറ്റവും നല്ല ഐ സ്പെഷ്യലിസ്റ്റ്. ഓക്കെ, സബിത. Doctor is better than all the eye specialists in the town. അത് സൗണ്ട് ക്ലിയർ ആയില്ല സബിത, ഒന്നുകൂടി അതിന്റെ മോഡൊന്ന് മാറ്റി പിടിച്ചിട്ട് പറഞ്ഞേ. Dr. Ravi is better than all the eye specialists in the town. Yes. Okay. Dini. Answer പറഞ്ഞോ. Dr. Ravi is a better eye specialist than any other in town. Yes. അതിനകത്ത് A കളഞ്ഞു. ഡോക്ടർ രവി ഈസ് ബെറ്റർ ദാൻ കേട്ടോ. ഓക്കെ, ഇനി ആരാണ്? ആർസു പറഞ്ഞോളൂ. Dr. Ravi is better than all other eye specialists in the town. വിദ്യയുടെ Dr. Ravi is better than all other eye specialists in the town. യെസ്, അങ്ങനെ തന്നെയല്ല ഐഷയുടെ? ഓക്കെ, വെരി ഗുഡ്. ഇനി ഇതിൽ നമുക്കൊന്ന്
പോസിറ്റീവിലേക്ക് മാറ്റണം. അതിന്റെ നിയമങ്ങളൊക്കെ പറഞ്ഞു വരാൻ പറ്റിയപ്പോൾ നമുക്ക് സമയമില്ല. അതുകൊണ്ടാണ് ഞാനത് ചെറുതാക്കിയത് കേട്ടോ. നമുക്ക് അടുത്ത പറയുള്ളൂ. അടുത്ത് കൽക്കട്ട is the largest city. Calcutta is the largest city in India. Okay, Savita, very good. Largest, large, larger, largest. കേട്ടോ, വലുത്, കുറച്ചുകൂടി വലുത്, ഏറ്റവും വലുത്. ലാർജ്, ലാർജർ, ലാർജസ്റ്റ്. ഓക്കെ വിദ്യ? ഓക്കെ. സംഗീത വായിച്ചോളൂ. Calcutta is larger than all the cities in India. Yes, all the cities in India. Okay, very good. Aisha? Same answer. Kolkata is larger than all cities in India. India. Okay, okay. പേടിക്കുന്നത് ധൈര്യമായിട്ട് വായിച്ചോളൂ. Okay, 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 okay. Arsu, വായിച്ചോ. Calcutta is larger than all the other cities in India. Yes, very good, very good, very good. Actually, അത് തന്നെയല്ലേ Sir, ആൻസർ? ഞാൻ all അല്ല, ഞാൻ any എന്നാണ് എഴുതിയ. കൽക്കട്ട is larger than any other city in India. Sir, ഞാനും അങ്ങനെ എഴുതിയത് sir. Kolkata is larger than any other cities in India. Okay, 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 okay. Any other city? Well, cities, any other city? All the other cities. Okay, sir. അപ്പോ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതിന്റെ പറ്റിയ കാര്യങ്ങൾ പറഞ്ഞു. യെസ്, ഞങ്ങൾക്ക് 3 മിനിറ്റ് കൂടി ഉണ്ട്. 1 മിനിറ്റ്. അടുത്തൊരു വാചകം ഞാൻ പറയാം, എഴുതിക്കോ. The sentences. The cook, C-O-O-K, took, T-O-K, took a good look at the cookery book. ഒന്നുകൂടി പറയാം. The cook took a good look at the cookery book. ജയ്മോളെ, സംഗീത, സെന്റൻസ്. The cook took a good look at the cookery book. അപ്പൊ ജയ്മോള് ഈ സെന്റൻസ് ഒന്ന് വായിക്കണം. ഓക്കെ? വായിക്കുമ്പോൾ പ്രത്യേകതയുണ്ട്. സ്പീഡിൽ വായിക്കണം, തെറ്റരുത്, റിപ്പീറ്റ് ചെയ്യരുത്. The cook a good look at the cookery. ഇത് പോയി. ഓക്കെ, ഒന്നുകൂടി ശ്രമിച്ചോളൂ, അവസരം തരാം. ആൻസി, ഇറ്റ് ഈസ് യുവർ ടേൺ. The cook took a good at the cookery cook. ഒന്നുകൂടി വായിച്ച്, കറക്റ്റ് ആയില്ല. സ്പീഡ് കൂട്ടണം. The cook took a good at the cookery cook. യെസ്, സബിത. സബിത ബി പറഞ്ഞു. ഓക്കെ, അവിടെ. യെസ്, ഓക്കെ. The cook took at a cookery book.
സമയത്ത് ഇത് സ്പീഡ് കുറഞ്ഞു. സ്പീഡ് കുറച്ചുകൂടി സ്പീഡ് കൂടെ. The cook took at a cookery. ഓക്കെ പറയാൻ പറ്റാണ്ട് എനിക്ക് സന്തോഷമായി കേട്ടാ. ജിൻസി, ഇറ്റ് ഈസ് യുവർ ടേൺ. The cook took a good look at the cookery book. ഒന്നുകൂടി സ്പീഡ് കൂട്ടി. The cook took a good look at the cookery book. അറ്റ് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് അവിടെ ഒന്ന് പിടിച്ചേക്കും കേട്ടാ. ഓക്കെ, എന്നാലും പോട്ടെ. വെരി ഗുഡ്. നർമ്മിത Sir. പറഞ്ഞോളൂ. Sir, പറയാം. The cook took good look at the cookery book. യെസ്, പറഞ്ഞതിൽ ഏറ്റവും സ്പീഡിൽ പറഞ്ഞത് നർമ്മിത ഉണ്ട്. അപ്പൊ ഒന്നുകൂടി പറഞ്ഞോളൂ. യെസ്. The cook took good look at the cookery book. യെസ്, വെരി ഗുഡ് നർമ്മിത. ഐഷ. The cook took a good look at the cookery book. സ്പീഡ് പോരാ, ഒന്നും കൂടി സ്പീഡാണ്. നർമ്മിത പറഞ്ഞ പോലെ സ്പീഡ് പോരാ. The cook took a good look at the cookery book. ആർസു. The cook took a good look at cookery book. അവിടെ ചെറുതായിട്ടൊന്ന് ഒരു റിപ്പീറ്റ് ചെയ്തു ഒന്നുകൂടി. The cook took a good look at cookery book. യെസ്, വിദ്യ. The cook took a good look at the cookery book. അതാ പറഞ്ഞപ്പോ രണ്ടു പ്രാവശ്യം സ്റ്റോപ്പ് ചെയ്തു. സ്റ്റോപ്പ് ചെയ്യാണ്ട് പറയും. സ്റ്റോപ്പ് ആവരുത്, തടയരുത്, ഇത് പോട്ടെ. യെസ്. The cook took a good look at the cookery book. ഓക്കെ, ഇത് കൂടാണ്ട് വേറെയൊക്കെ ഉണ്ട്. നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഓക്കെ, ഇത് ടൈം ട്വിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. നിങ്ങൾക്ക് അത് ഉപകാരത്തിക്കൊള്ളും. കുട്ടികളെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാനും ചില വാക്കുകൾക്കൊക്കെ നിർഗളമായി ഒഴുകിയെത്താനും ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. Today your performance was super. We will meet in the next class. Sign out and close. Good morning, sir. Yes. And good morning, my dear students. I extend a heartfelt thank to all who made today's event a success. A special thank to our sir for your valuable class time and inspiring words. We are truly honored by your presence. Thank you for your wonderful class and students for your presence and participation. Thank you all and thank you, sir. Very good, Ansi. Very good. So we will meet in the next class. Till then. Thank you, sir. Thank you, sir. Thank you, sir. Okay, Thank you, sir. okay.